എല്ലാ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടക്കാല ഭരണാധികാരിയും എത്തി. സിറിയൻ ജനത ആഹ്ലാദത്തിലാണ് എന്ന് പലരും പറയുന്നു. അസാദ് ഭരണത്തിന്റെ ഭീകരതയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി സിറിയ വിട്ടോടി അഭയാർത്ഥികളായി അയൽ രാജ്യങ്ങളിൽ കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വളരെ പോസിറ്റീവായി കാണേണ്ടതാണ്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തുർക്കിയുടെയും ഇസ്രായേലിന്റെയും ഇടപെടലാണ്. രണ്ട് രാജ്യങ്ങളും അവരവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ സിറിയയിൽ കടന്നു കയറി ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സിറിയയിലെ തുർക്കിഷ് വിമതർ അധികാരത്തിന്റെ ഭാഗമാകുമോ എന്ന് ഭയന്ന് തുർക്കി വടക്കൻ സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ബോംബാക്രമണങ്ങളുമായി രംഗപ്രവേശനം ചെയ്തു. 2 ദിവസം കൊണ്ട് ഇസ്രായേൽ ഏതാണ്ട് 5 ഇടത്ത് ബോംബിട്ടു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ഐക്യരാഷ്ട്രസഭ അപലപിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങൾ ഇസ്രായേലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രായേൽ മറ്റൊരിക്കലും ഇതിനു മുൻപ് നടത്തിയിട്ടില്ലാത്ത വിധത്തിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ലെബനനുമായി ഇസ്രായേൽ ധൃതി പിടിച്ച് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതുപോലും ലെബനനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സേനയെ സിറിയയിലേക്ക് അയച്ച് സിറിയയെ തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു.